ജോൺ എബ്രഹാം 1937 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ജനിച്ചു. 1987 മെയ് 31-ാം തീയതി കേവലം 49-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത മലയാളത്തിലെ പുതിയ തലമുറയ്ക്ക് ഒട്ടും പരിചയമില്ലാത്ത മലയാളത്തിന്റെ സത്യജിത്രേ എന്നറിയപ്പെടുന്ന ഒരു ലെജൻഡ് ഡയറക്ടറായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന ജോൺ എബ്രഹാം എന്ന വിഖ്യാത സംവിധായകൻ. അന്നത്തെ കാലത്തെ മുഖ്യധാരാ സിനിമകളിൽ നിന്നും മാറി നിന്ന് തന്റേതായ ഒരു സിനിമാ ശൈലിയിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരാളായിരുന്നു ജോൺ എബ്രഹാം. കോഴിക്കോട്ടെ തെരുവുകളിൽ കൂടി ബക്കറ്റും കയ്യിൽ പിടിച്ച് കുറച്ചു കൂട്ടുകാരോടൊപ്പം ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത കാശുകൊണ്ട് അദ്ദേഹം രൂപപ്പെടുത്തിയ സിനിമയായിരുന്നു അമ്മ അറിയാൻ എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച കലാമൂല്യമുള്ള സിനിമ. 1986 നടന്ന സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച 10 സിനിമകളിൽ ഒന്നായി അമ്മ അറിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച കലാസൃഷ്ടികളിൽ ഒന്നായിരുന്നു അഗ്രഹാരത്തിലെ കഴുത എന്ന വിഖ്യാത ചിത്രം. ഈ ചിത്രം വിദേശത്ത് വെച്ച് നടന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച 100 ചിത്രങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്തിരുന്നു. ഒരു കഴുതയായിരുന്നു ഈ ചിത്രത്തിന്റെ മുഖ്യ കഥാപാത്രം ചെയ്തത് എന്നതായിരുന്നു ഈ ചിത്രത്തിന്റെ സവിശേഷത. ഒട്ടേറെ പുരസ്കാരങ്ങൾ ഈ ചിത്രം വാങ്ങിക്കൂട്ടുകയുണ്ടായി. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ ചരിത്രമുണ്ട്. ഈ ചിത്രം ഇറങ്ങിയതിനു ശേഷം ജോൺ എബ്രഹാം അക്കാലത്തെ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന പ്രേം നസീറിനോട് തന്റെ ഒരു ചിത്രത്തിൽ നായകനാവാമോ എന്നറിയാനായിട്ട് നസീറിനെ സമീപിച്ചു. എന്നാൽ ഇത്തരം കലാമൂല്യമുള്ള സിനിമ സംവിധായകരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു പരിചയമില്ലാതിരുന്ന പ്രേം നസീർ ഇദ്ദേഹത്തിന്റെ രൂപഭാവങ്ങളും സംസാര രീതിയും കണ്ട് ഒരുതരം അമ്പരപ്പോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ജോൺ എബ്രഹാം നസീറിനോട് പറഞ്ഞു, എന്റെ കഴിഞ്ഞ സിനിമയിൽ ഒരു കഴുതയായിരുന്നു നായകൻ. ആ ചിത്രം ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടുകയുണ്ടായി. അപ്പോൾ മനുഷ്യനായ താങ്കൾ നായകനാവുന്നതിൽ അതിശയിക്കേണ്ട ഒന്നുമില്ല. ഇത് കേട്ട് പ്രേം നസീർ പൊട്ടിച്ചിരിച്ചു എന്നാണ് ചരിത്രം. ഇദ്ദേഹത്തിന്റെ മറ്റൊരു വിഖ്യാത ചിത്രമായിരുന്നു അടൂർ ഭാസി നായകനായ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന ഹാസ്യചിത്രം. ഇന്നും കോപ്രായങ്ങൾ കുത്തിത്തിരികി ഹാസ്യചിത്രങ്ങൾ എന്ന ലേബലിൽ വെറും തറ സിനിമകൾ ഒരുക്കി മലയാളികളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന സംവിധായകർ നോക്കിപ്പഠിക്കേണ്ട ഒരു ചിത്രമാണിത്. ആരെയും നോവിക്കാതെ ശുദ്ധഹാസ്യത്തിലൂടെ ഇന്ത്യയിലെ തന്നെ മികച്ച കലാസൃഷ്ടികളിൽ ഒന്നായി മാറിയ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഇന്ത്യൻ സിനിമകളിൽ ഇന്നും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് ജോൺ എബ്രഹാമിന്റെ വിദ്യാർത്ഥികളെ ഇതിലെ എന്ന വിശ്വവിഖ്യാത ചിത്രം. ലഹരിയുടെ താഴ്വരകളിലൂടെ കൂടുതൽ വ്യത്യസ്ത ലഹരികൾ തേടി നടന്ന ജോൺ എബ്രഹാം എന്ന മലയാളത്തിന്റെ വിഖ്യാത സംവിധായകൻ ഒടുവിൽ ആ ലഹരിയുടെ തന്നെ നീരാളിപ്പിടുത്തത്തിൽ ബോധം നഷ്ടപ്പെട്ട് കോഴിക്കോട്ടുള്ള ഒരു ഫ്ളാറ്റിന്റെ ടെറസിൽ നിന്ന് ഒരു രാത്രിയുടെ യാമത്തിൽ താഴെ വീണു മരിക്കുകയായിരുന്നു. ഒരുപാട് വിശ്വവിഖ്യാത ചിത്രങ്ങൾ ഇനിയും മലയാളത്തിന് കിട്ടേണ്ടിയിരുന്ന ആ അതുല്യ പ്രതിഭ അങ്ങനെ കേവലം 49-ാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപോയി.